ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മലയാളീസ് എന്നാണ് പറയാനുള്ളത്. ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ള എമ്പുരാൻ സിനിമയുടെ റിലീസിനെ തമ്മിലുള്ള ഒരു കാര്യങ്ങളാണ്. ഏതാനും ദിവസങ്ങളായി ലൈക്ക പ്രൊഡക്ഷൻസും എമ്പുരാൻ സിനിമയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടെങ്കിൽ ഇന്ന് പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഒഫീഷ്യൽ അല്ല എന്നടിവരയിട്ട് പറയാം. ഇപ്പോൾ ഗോകുലം ഗോപാലൻ ഈ ഒരു സിനിമയുടെ പാർട്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഇച്ചാക്കിയെ വിളിക്കൂ ലാലേട്ട സിനിമ ഇറക്കൂ എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളത്തിൽ ഇപ്പം മമ്മൂക്കയോ അല്ലെങ്കിൽ ദുൽഖറോ അതും വേണ്ട ടോവിനോയോ ഇവരൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ പടം പുറത്തിറക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ പറഞ്ഞിരുന്നു, ഗോകുലം ഗോപാലനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേണു കുന്നപ്പള്ളിയോ കാവ്യ ഫിലിംസുമായിട്ടൊക്കെ കൈ കോർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് നടക്കാം. 75 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഭവമൊന്നുമില്ല മലയാളിക്ക് ഇപ്പോൾ എന്ന് നമുക്കറിയാം. കാരണം അത്ര വലിയ ബാനറുകളാണ് ഇവിടെ മലയാളത്തിലുള്ളത്. പ്രത്യേകിച്ച് ഗോകുലം ഗോപാലനും അതേപോലെ തന്നെ കാവ്യ ഫിലിംസുമൊക്കെ ഗംഭീര സിനിമകൾ എടുത്തിരുന്നു. ഇനിയും അവരൊന്നുമില്ലെങ്കിലും മമ്മൂട്ടി തുടങ്ങിയ താരങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ പ്രൊഡക്ഷൻ ഹൗസുകളാണ്. 2-3 പ്രൊഡക്ഷൻ ഹൗസുകൾ വിചാരിച്ചാൽ തന്നെ ഒരു നഷ്ടവും ഇല്ലാതെ സിമ്പിളായിട്ട് ഇറക്കാം. ഇത് നമ്മൾ ഐഡിയ പറഞ്ഞിരുന്നു. ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമെന്ന് തന്നെ പറയാം. ഈ വരുന്ന 27-ന്, അതായത് കൃത്യം പറഞ്ഞാൽ 11 ദിവസം കഴിഞ്ഞ് 12-ാം ദിനം തിയേറ്ററുകളിലേക്ക് സിനിമയെത്തും. ഒട്ടുമിക്ക തിയേറ്ററുകളിലും കേരളത്തിൽ 99% തിയേറ്ററുകളിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും 700-ന് മുകളിലുള്ള സ്ക്രീനുകൾ ഇവിടെ ലോക്ക് ചെയ്തുവെങ്കിൽ അതിന് മുകളിലേക്കുള്ള എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമ വരുമെന്നുള്ളതാണ്. കാരണം എമ്പുരാൻ വിജയിക്കേണ്ടത് മലയാളത്തിൻ്റെ ആവശ്യമാണ്. വമ്പൻ മുതൽ മുടക്കിൽ വരുന്ന ഈ ഒരു സിനിമ വിജയിക്കുക എന്നുള്ളത് മലയാളത്തിൻ്റെ ആവശ്യം തന്നെയാണ്. നമുക്കും വേണം KGF പോലെയുള്ള ഒരു ചിത്രം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഏകദേശം ഒരു 2 മണി ആ സമയമായപ്പോഴത്തേക്ക് പുതിയ അപ്ഡേറ്റുകൾ വന്നിരുന്നു. വേറെ ഒന്നുമല്ല, ഒരു പോസ്റ്റർ അങ്ങോട്ട് ഇറക്കി വിടുകയാണ്. ദ ഡെവിൽ കംസ് ഫോർ യു ദാറ്റ്സ് വെൻ എന്നും പറഞ്ഞിട്ടുള്ള, അതായത് അറ്റ് യുവർ ഹയസ്റ്റ് മൂമെൻറ്റ് ബി കെയർഫുൾ എന്നുള്ള ആ ഒരു പോസ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ചെകുത്താൻ ഇല്ല എന്നുള്ള നമ്മളെ വിശ്വസിപ്പിക്കുക തന്നെയാണ് ചെകുത്താൻ്റെ ഏറ്റവും വലിയ സംഭവമെന്ന് ആ ഒരു പോസ്റ്ററുമായിട്ട് ഇറങ്ങുന്നു. എന്തായാലും ഇവിടെ കേരളം ലോക്ക് ചെയ്യടാ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, ഇവിടെ മലയാളി പിള്ളേരുണ്ട്, മലയാളത്തിൽ ആളുണ്ട് ഈ സിനിമയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ ലൈക്ക പോലെയുള്ള ബ്രഹ്മാണ്ഡ സംഭവങ്ങളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവരൊന്ന് പിന്മാറിയാൽ അല്ലെങ്കിൽ അവരെ മാറ്റിയാൽ സിനിമ ഓടില്ല എന്നോ ഇറങ്ങില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇത് മലയാളി ഡാ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അമ്മാതിരി കത്തിക്കേറിയിരിക്കും ഞങ്ങൾ. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും റെക്കോർഡ് വേഗത്തിൽ ഇനിയും കാര്യങ്ങൾ ചിൽ ആയിട്ട് നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ലാലേട്ടന് തീരുമാനമെടുത്തെങ്കിൽ ലാലേട്ട അടിപൊളിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ഒരു ബുദ്ധിയൊന്നും വേണ്ട, അതിനപ്പുറത്തെ ബുദ്ധികളുള്ള ആൾക്കാരാണ് നിങ്ങൾ അതിന് മുമ്പ് ഇതൊക്കെ കണ്ടിരിക്കുമെന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഒരു രസകരമായ സന്തോഷമായിട്ട് ഉള്ള കാര്യങ്ങൾ വരുന്നു നമ്മുടെ മനസ്സിൽ തോന്നി. അതേപോലെ ഒരു കാര്യം നടക്കാം അതേപോലെ തന്നെ നടന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ സന്തോഷം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേ മീഡിയാസ്.